ശ്രീമതി എം സുൽഫത്ത്, ഇവിടെ ശ്രീ മുഹമ്മദ് അലി പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. അത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ എല്ലാ കാലത്തും എടുത്തിട്ടുള്ള നിലപാടാണ് ഇത് എന്നുള്ള കാര്യത്തിലാണ്. 2011 അദ്ദേഹം മാതൃഭൂമിക്ക് കൊടുത്ത അഭിമുഖത്തിൽ ഇതേ കാര്യം പറയുന്നുണ്ട്. അന്യപുരുഷന്മാരുമായി ഇടപഴകി ജീവിക്കാൻ സ്ത്രീകളെ മതം അനുവദിക്കുന്നില്ല എന്ന്. വിവാഹപ്രായം 15 വയസ്സോ അതിൽ താഴെയോ ആക്കി കുറയ്ക്കണമെന്നതടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ആ കാര്യത്തിൽ. അപ്പോൾ ഈ യാഥാസ്ഥിതികത്വം അതേപടി എല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് മുസ്ലിം സമൂഹത്തിലെ വനിതകൾ വലിയ സ്വാതന്ത്ര്യ നിഷേധം അനുഭവിക്കുന്നുണ്ടോ? ഇന്ന് സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള വനിതകളുണ്ട്, എല്ലാ പ്രൊഫഷണലും ഉണ്ട്, എല്ലാ സാമൂഹ്യ മുന്നേറ്റങ്ങളിലും ഉണ്ട്. ഈ ഇത്തരം മതപണ്ഡിതന്മാരുടെ പ്രസ്താവനകളിലെ മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകള് വളരെ പുറങ്കാലുകൊണ്ട് തള്ളിക്കളയുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിന്റെ കാര്യം അഭിലാഷ് ചോദിച്ചപ്പോ ഈ രണ്ടു പേരും പറഞ്ഞത് കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിക്കുന്നു, കാലഘട്ടത്തിനനുസരിച്ച് മാറിയിട്ടുണ്ട് എന്ന്. അതേ ആളുകൾ തന്നെയാന്ന് പറയുന്നത് കാലഘട്ടത്തിനനുസരിച്ച് ഒരു മാറ്റവും വരുത്താൻ പാടില്ല ഇസ്ലാം എന്ന്. തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾ മത്സരിക്കരുതെന്ന് പറഞ്ഞ ഇതേ കാന്തപുരമാണ്. അതിനെ അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചതിന്റെ പേരിൽ ഞാൻ അച്ചടക്ക നടപടി നേരിട്ട ഒരാളാണ്. ആ അച്ചടക്ക നടപടിയെ ഞാൻ നേരിട്ടത് ജനാധിപത്യ ഭരണഘടന ഉറപ്പു തരുന്ന മൗലികാവകാശത്തിനെതിരായിട്ട് അദ്ദേഹം പ്രസംഗിച്ചത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചതെന്ന്. അതിനെ സർക്കാർ അംഗീകരിക്കേണ്ടി വന്നു വിദ്യാഭ്യാസ വകുപ്പിന്. അപ്പൊ കാന്തപുരം അന്ന് അത് പറഞ്ഞെങ്കിലും ഇന്ന് വേണമെങ്കിൽ സമസ്തയുടെ സ്ത്രീകൾ പോലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ത്രീകളായിട്ട് വരും. അതുകൊണ്ട് ഇതങ്ങ് അംഗീകരിച്ചാൽ മതി. കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നു എന്ന് അംഗീകരിക്കുകയാണെങ്കിൽ ഈ ഒരു ചിന്താഗതി കാലഘട്ടത്തിന് യോജിച്ചതല്ല. സ്ത്രീയും പുരുഷനും ഇടപഴകുന്നിടത്ത് മറ്റെന്തൊക്കെയോ നടക്കും എന്നുള്ളത് കാലഘട്ടത്തിന് യോജിച്ച ചിന്തയേ അല്ല. അങ്ങനെ നടക്കും എന്നുള്ളെങ്കിൽ അത്തരം പുരുഷന്മാർക്കെതിരായി നിങ്ങൾ 10 പേർ ഇറക്കൂ. അവരൊക്കെ വീട്ടിലിരിക്കട്ടെ, അവർ വീട്ടിലിരുന്ന് നിസ്കരിക്കട്ടെ, അവർ വീട്ടിലിരുന്ന് യോഗ ചെയ്യോ മറ്റെന്തെങ്കിലും കായിക വിനോദങ്ങളോ എന്ത് വേണമെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യട്ടെ. സ്ത്രീകൾക്ക് പ്രശ്നമില്ലെങ്കിൽ സ്ത്രീകൾ ചെയ്തുകൊള്ളട്ടെ. ഇതൊന്നും ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിനെ ഏറ്റവും പുച്ഛത്തോടെ ആളുകൾ കാണുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് പണ്ഡിതന്മാർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രസ്താവനകളും ഈ രീതിയിൽ കാലഘട്ടത്തിന് യോജിക്കാത്ത പ്രസ്താവനകൾ ദയവ് ചെയ്ത് നിങ്ങൾ പിൻവലിക്കണം. മറ്റൊന്ന് എനിക്ക് പറയാനുള്ള, നേരത്തെ സുകന്യ പറഞ്ഞ പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം പറഞ്ഞ അത്തരം ബോധപൂർവം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആ രീതിയിൽ, കാരണം ഇതേപോലെയുള്ള കാന്തപുരത്തിനെ കൊണ്ട് ഈ രീതിയിലുള്ള ചോദ്യം ചോദിപ്പിക്കാതിരിക്കണമെങ്കിൽ വളരെ ബോധപൂർവം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കുറച്ചുകൂടി ആർജവത്തോടെ മുമ്പോട്ട് വരാൻ ഈ പറയുന്ന സംഗതി അവരുടെ ചിന്തയിലുണ്ടെങ്കിലും അത് കൊണ്ടുവരണം എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന് ഒരു കാര്യം കൂടി എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. ഈ രണ്ടുപേരും പറഞ്ഞു കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നുണ്ട് എന്ന്. അതങ്ങ് സമ്മതിക്കുന്നതിന് എന്താണ് ഇത്ര മടി? കാലഘട്ടത്തിനനുസരിച്ച് ശരീഅത്ത് നിയമങ്ങൾ ശരീഅത്ത് നിയമത്തിലേക്ക് പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ടീച്ചറിലേക്ക് വരുന്നതിന് മുമ്പ്